வாழ்வின் ஒளி உன் வார்த்தை வழியே விலக விழுந்தே வாழ்வே உன்னில் சரணாக வரங்கள் சுரந்தாய் மழையாக வாழ்வின் ஒளி உன் வார்த்தை வழியே விலக விழுந்தே வாழ்வே உன்னில் சரணாக வரங்கள் சூரந்தாய் மழையாக வானம் போன்ற உந்தன் அன்பில் வாழும் ஜீவன் நான் உன் வண்ணல் உள்ளம் சொல்லும் வார்த்தை பழமை தந்ததே ஆஹா ஓ உன்னை நாடி நாடி வரும் நேரம் உயிர் நாடி உருகி பாடும் சொந்தம் தேடி தேடி வரும் வேளை சொல்லாமல் சோகம் போகும் உன்னில் என்னையே என்னில் உன்னையே உன்னில் என்னையே என்னில் உன்னையே என்றும் அன்பில் நன்றி வாழ வாழ்த்தும் முந்தன் வார்த்தை உண்மை நாடி நாடி வரும் நேரம் உயிர் நாடி உருகி பாடும் சொந்தம் தேடி தேடி வரும் வேளை சொல்லாமல் சோகம் போகும் உன்னை நாடி நாடி வரும் நேரம் உயிர் நாடி உருகி பாடும் சொந்தம் தேடி தேடி வரும் வேளை சொல்லாமல் சோகம் போகும். ഹലോ, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ വളരെ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് കാണാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനും സന്തോഷമായി സുഖമായിരിക്കുന്നു. നമ്മുടെ മൈക്ക് നാശമായിരുന്നു. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു മൈക്ക് സെറ്റായി കിട്ടി. അതുകൊണ്ടാണ് രാവിലെ മുതൽ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സുഖമായിരിക്കുന്നു? ആമേൻ. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ ഞാൻ ചില സന്ദേശങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ 1-ാം തീയതി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. ആ 1-ാം തീയതിക്ക് തന്നെ സന്ദേശം കേട്ടായിരുന്നോ അതോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിട്ടോ? മുഴുവൻ കേൾക്കണം കേട്ടോ. ജനുവരി 1-ാം തീയതി രാവിലെ എൻ്റെ ഒരു ഫ്രഷ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. സമയം കിട്ടുമ്പോൾ കേൾക്കണം. കേൾക്കാത്തവർക്ക് ഫോർവേഡ് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവർ കേൾക്കട്ടെ. സ്തോത്രം. നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെയുള്ളവരാണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എങ്കിലും നാം ഈ ബൈബിളും കൊണ്ട് നടക്കുമ്പോൾ സ്തോത്രം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വ്യക്തമായി പറയുന്ന ഒരു സന്ദേശമാണ് ജനുവരി 1-ാം തീയതി ഞാൻ ഇട്ടത്, നിങ്ങൾക്ക് നൽകി തന്നത്. കഴിഞ്ഞ ദിവസം പല ഭാഷകളുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് സ്തോത്രം. നിങ്ങൾക്ക് മറ്റ് ഭാഷകൾ അറിയാവുന്നവർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ മെസ്സേജ് ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ചില ആളുകൾ എന്നോട് സൂചിപ്പിച്ചു, പാസ്റ്റർ തമിഴ് മെസ്സേജ് ഒരെണ്ണം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തമിഴ് വോയിസ് ക്ലിപ്പ് ഞാൻ എല്ലാവർക്കും മെസ്സേജായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളായ തമിഴ് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ അവർക്കത് പ്രയോജനമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്നാണ്ട് പിന്നെ വിശേഷം? സന്തോഷമായിരിക്കുന്നല്ലോ? സ്തോത്രം. പുതിയ വർഷത്തിലെ ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്താനൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവസരം ശകലം പോലും കളയരുത്, മിസ്സാക്കരുത്. മാക്സിമം ഈ വർഷം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ വലിയ വലിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ട 1-2 വേർഡുകൾ, ലോകപ്രകാരമുള്ള വേർഡുകളൊന്നും ഞാൻ ഈ മെസ്സേജിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പം അവർ പറയും, അത് മിക്കവാറും നടന്നതുവാ എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ അതിശോക്തിയായിട്ട് പറയുന്നതെന്ന് പറയും. ചിലർ പറയും ഇച്ചിരി കൂട്ടിയോ എന്നൊരു സംശയം. ചിലർ അങ്ങനെയാ പറയുന്നത്. കുറച്ച് കൂട്ടിയാണോ പറഞ്ഞ് എന്നുള്ളത്. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു 100 പേരുള്ള മീറ്റിംഗ് ആണെങ്കിൽ ഞാനത് ഒരു 10-60 പേരുണ്ടെന്നേ പറയാറുള്ളൂ. സ്തോത്രം.
അപ്പം എൻ്റെ പരിപാടി എല്ലാം ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പാകെ ശരിയായിട്ടുള്ള കണക്കുണ്ട്. പക്ഷേ ഞാനതങ്ങനെ എന്താ പറയുക, വലിച്ചു നീട്ടി പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് എന്തിനാണെന്നറിയാം, ഈ ആൾക്കാർ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ആ സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറയുകയാണേ, സാധാരണ മീറ്റിങ്ങിലൊക്കെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ മീറ്റിങ്ങിന് ആമേൻ ആയിരക്കണക്കിന് ദൈവദാസന്മാർ ദൈവമക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അത്ര ഉണ്ടായിരുന്നു? അപ്പൊ പറഞ്ഞ്, ആ ഒരു പൂജയുടെ നമ്മുടെ കർത്താവിന് വേണ്ടിയല്ലേ ഒരു പൂജയെ കിട്ടാക്കാന്ന്. സ്തോത്രം. അദ്ദേഹം വളരെ തമാശ പറഞ്ഞതാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മീറ്റിങ്ങുകളിലും നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ഇത്രയും പേരുണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല വിജയം. കർത്താവ് അവിടെ വന്നോ എന്നുള്ളതാണ് വിജയം. സ്തോത്രം. ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പം 10 പേര് ആത്മാഭിഷേകം പ്രാപിച്ചോ, അല്ലെങ്കിൽ അവര് കരഞ്ഞോ, വിശ്വാസി ആരെങ്കിലും ഒന്ന് കരഞ്ഞോ ഉപവാസ പ്രാർത്ഥനയിൽ, ഹൃദയം പൊട്ടുന്ന വേദനയോടൊന്ന് ദൈവവുമായിട്ടൊന്ന് അടുത്തോ, ഇതൊക്കെയാണ് ഉപവാസ പ്രാർത്ഥന വിജയം. ഒരു കൺവെൻഷൻ ആണെങ്കിൽ ആ കൺവെൻഷനിൽ നമ്മുടെ നാട്ടിലെ കൈ പൊക്കിക്കുന്ന പരിപാടി പണ്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. കൈ പൊക്കിക്കരുത്. ആരെയും നിങ്ങൾ നിർബന്ധിച്ച് കൈ പൊക്കിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് കൈ പൊക്കിക്കുന്നതെന്ന് എനിക്കറിയാം. സ്തോത്രം. ഞാൻ എവിടെ ആരെയും കൈ പൊക്കിക്കാറില്ല. ഞാൻ സ്തോത്രം. ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവരോട് ഞാൻ പറയും, നിങ്ങളുടെ അതേ കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ ഞാൻ പറയാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ അവരെ കൊണ്ട് കൈ പൊക്കിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എനിക്കിതൊന്നും ആരെയും കാണിക്കേണ്ട ആവശ്യമില്ലെന്നേ. ശ്രദ്ധിച്ച്, അപ്പം നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് അതിശയോക്തി വരാൻ പാടില്ല. ഇല്ലാത്തത് പറയരുത്. ഉള്ളത് പോലും പറയരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഉള്ളത് കുറച്ച് കുറച്ച് പറഞ്ഞു, അത്രയും കൂടെ പാപം കുറഞ്ഞിരിക്കും. സ്തോത്രം. അത്രയും കൂടെ സ്തോത്രം. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഈ ഈ യോഹന്നാനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. യോഹന്നാൻ ഇല്ലേ, അപ്പോസ്തലനായ യോഹന്നാൻ, യേശുവിനോട് കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത യോഹന്നാൻ. അതിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ, പ്രാർത്ഥിക്കാനായിക്കോട്ടെ, ഏത് സമയത്തും യോഹന്നാൻ യേശുവിൻ്റെ കൂടെയുണ്ട്. യേശുവിൻ്റെ കൂടെ നിങ്ങൾക്കറിയാം. അപ്പൊ യോഹന്നാനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് എൻ്റെ ചിന്ത. പത്രോസ് യോഹന്നാനും കൂടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ സമയം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവം. അങ്ങോട്ടൊന്നും അല്ല ഞാനിന്ന് പോകുന്നത്. യോഹന്നാൻ്റെ മരണമാണ്, സ്തോത്രം, സ്വാഭാവിക മരണമാണ് യോഹന്നാൻ ഉണ്ടായത്. നിങ്ങൾക്കറിയാം. സ്തോത്രം. അപ്പം യോഹന്നാനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ അദ്ദേഹം അപ്പോസ്തലനായ ഒരുപാട് സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയുള്ള ഒരു ദൈവദാസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുവിശേഷം നമുക്ക് നൽകി. അതുപോലെ തന്നെ യേശുവിൻ്റെ ഇല്ലേ, കാൽവരി ക്രൂശിൽ യേശു ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ആ ക്രൂശിന്റെ ചോട്ടിൽ കൃത്യമായിട്ട് നേരിട്ട് ദൃക്സാക്ഷിയായിട്ട് കണ്ട ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. ഇനി ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാവേ. നിങ്ങളത് ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി വരാതിരിക്കുവാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ പുതിയ നിയമത്തിൽ നിന്നാണ്, പുതിയ അതായത് സുവിശേഷത്തിനകത്തുനിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇനി അതിനകത്ത് നിങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് എഴുതി അയച്ചു തരണേ കേട്ടോ. എഴുതി അയച്ചു തരണം. വാട്സപ്പിൽ ഇന്നടത്ത് കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മതി, ഞാനത് കണ്ടുപിടിച്ചോളാം. ഓക്കെ. സ്തോത്രം. ഞാൻ ഈ യോഹന്നാനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്കറിയോ, ഈ യേശു ക്രിസ്തു 3 ആണിയേൽ തൂങ്ങിക്കിടന്നു എന്നാണ് നമ്മുടെ എല്ലാം മൈൻഡ് സെറ്റിലുള്ളത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് തിരുത്തണ്ട കേട്ടോ. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ യോഹന്നാനാണ് ഏറ്റവും അടുത്ത് നിന്ന് അവസാനം ആ ക്രൂശയെ നിറക്കുന്ന സമയം വരെ എന്ന് വേണേൽ പറയാം. യോഹന്നാനാണ് യേശു ഒരു ക്രൂശിന് ചുവട്ടിലുണ്ടായിരുന്നത്. അപ്പം കൃത്യമായിട്ട് കണ്ട അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇനി എത്ര ആണിയലാണ് യേശു തൂങ്ങിക്കിടന്നതെന്നുള്ളത് നമുക്ക് പുതിയ നിയമത്തിൽ സുവിശേഷത്തിനകത്ത് കാണാൻ കഴിയുന്ന ഒറ്റ വാക്യമുള്ളൂ, അല്ലെ? ഒരു വാക്യമുള്ളൂ. അതെവിടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ഞാൻ അതങ്ങനെ എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഓക്കെ. ഒറ്റ വാക്യമുള്ളൂ. യേശു എവിടെയാണ്, എത്ര ആണിയിലാ തൂങ്ങിക്കിടന്നെന്ന് യോഹന്നാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത്രയും കൂടെ ഞാൻ ക്ലൂ തരാം. സ്തോത്രം. ഇനി യോഹന്നാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. സ്തോത്രം. പ്രവാചക പുസ്തകത്തിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്നത് പുതിയ നിയമത്തിൽ, സുവിശേഷത്തിൽ. നമ്മൾ ഈ കൈപ്രതി സുവിശേഷമാണ്, ഈ പുതിയ നിയമമാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തരരുത്. ഞാൻ ഈ പുതിയ നിയമം ഷെയർ ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ യോഹന്നാൻ ആണ് യേശു എത്ര ആണിയലാണ് തൂങ്ങിക്കിടന്നതെന്ന് ഏകദേശം ഒരു രൂപരേഖ നമുക്ക് തരുന്നത്. അപ്പം അത്രയ്ക്കും ക്ലാരിറ്റിയോടെ എഴുതുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ ലേഖനങ്ങൾ എഴുതി, 3 ലേഖനങ്ങൾ അല്ലെ, 3 ലേഖനങ്ങൾ. അധ്യായം 1, 1, 2, 3 നമ്പർ ഇട്ടല്ല എഴുതിയത്, പണ്ട് ഞാൻ പറഞ്ഞതാണത്. അതൊക്കെ പിൽക്കാലത്ത് നമുക്ക് ഇത് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി മറ്റുള്ളവർ ചെയ്തതാണ് ഈ അധ്യായവും ഈ വാക്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചത് കേട്ടോ. അപ്പൊ യോഹന്നാൻ ലെറ്റർ എഴുതിയ ആ ലെറ്റർ, മൂന്നാമത്തെ കത്തിനകത്ത് യോഹന്നാൻ പറയുന്നൊരു വാക്യമുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 2-ാമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് നോക്കിയേ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ പറയുന്ന ആരോടെന്ന് നിങ്ങൾക്കറിയാം? ഗായോസിനോടാ പറയുന്നത്. ഗായോസിനോട് യോഹന്നാൻ പറയാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. യാത്രയപ്പനും അതുപോലെ തന്നെ ഒരു സ്വോത്ര പ്രാർത്ഥനയ്ക്കും ഒക്കെ ഈ വാക്യത്തിൽ നിന്ന് ദേവദാസന്മാരെ പ്രസംഗിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചിന്തയൊന്നും അതല്ല ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ, ഈ വാക്യമല്ല, ഈ ലേഖനം 3-ാമത്തെ കത്ത് മുഴുവൻ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് രാവിലെ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളിപ്പം ഗായോസാകണം കേട്ടോ. ഞാനിത് പറയുമ്പം നിങ്ങൾ ഗായോസാകണം. ഞാൻ യോഹന്നാനാകുന്നില്ല, ഞാൻ യോഹന്നാന്റെ പുറകെ നിൽക്കാം. സ്തോത്രം. യോഹന്നാനാകാൻ നമുക്ക് കഴിയില്ല. സ്തോത്രം. കാരണം അത്രയും വിശുദ്ധനായൊരു മനുഷ്യൻ. പത്മോസ് ദ്വീപിൽ ദൈവത്തിന്റെ നാമത്തിന് സാക്ഷി നിമിത്തം പത്മോസിൽ പോകേണ്ട വന്ന മനുഷ്യൻ. എണ്ണയ്ക്കകത്ത് കിടന്ന മനുഷ്യൻ. ഒരുപാട് വിവരണങ്ങൾ യോഹന്നാനെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചേ, യോഹന്നാന്റെ പുറകിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ ഗായോസാകണം, ഞാനും ഗായോസാകാം കേട്ടോ, ഗായോസാകാം. ഇനി ശ്രദ്ധിച്ചേ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ആത്മാവ്. ഞാനത് കുറച്ചുകൂടെ ആഴത്തിൽ, നിങ്ങൾക്കറിയാമല്ലോ, പല ഭാഷകളിലെ വിവർത്തനങ്ങളും അതിൻ്റെ സ്തോത്രം ഭാഷയിലുള്ള എഴുത്തുകളെല്ലാം പരിശോധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ, നിന്റെ അകമയുള്ള മനുഷ്യൻ, ആത്മമനുഷ്യൻ, നിന്റെ ആത്മമനുഷ്യൻ, നിന്റെ പുറമെയുള്ള മനുഷ്യന്റെ കാര്യം അല്ല ആദ്യം പറയുന്നത്. നിന്റെ അകമയുള്ള മനുഷ്യൻ എങ്ങനെ ഇരിക്കാന്നാ പറഞ്ഞേ? വായിച്ചേപ്പിക്കാം. എങ്ങനെ ഇരിക്കുകയാണ് അകമയുള്ള മനുഷ്യനിരിക്കുന്നത്? നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. മലയാളത്തില്, തമിഴ് കൊടുത്തിരിക്കുക ഉന്നാത്മ വാഴ്கிறது പോലെ എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് ജീവിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് ആത്മീയ വളർച്ചയുടെ പല പടികൾ കടന്ന് നീ ഒരു ഫാസ്റ്റ് വളർച്ച നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അകമയുള്ള മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യന്റെ കാര്യമല്ല, നിന്റെ അകമയുള്ള മനുഷ്യൻ ഫാസ്റ്റ് ഗ്രോവിങ് വർക്കാണ്, വളർച്ചയാണ്. അത് നല്ലതുപോലെ എനിക്ക് മനസ്സിലായി. ആരാ വന്ന് പറയും? സഹോദരന്മാർ വന്ന് പറഞ്ഞ 3-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. സഹോദരന്മാർ വന്ന് പറഞ്ഞു, ഗായോസേ, നിന്നെപ്പറ്റി എനിക്ക് ഭയങ്കര മതിപ്പാണ്. കാരണം എന്നറിയോ? സഹോദരന്മാർ വന്ന് പറഞ്ഞു, നീ സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല, നീ ഭയങ്കര വളർച്ചയുള്ളൊരു മനുഷ്യനാണ്. സഹോദരന്മാർ വന്ന് പറഞ്ഞു. അപ്പൊ ആ ആത്മമനുഷ്യൻ, നിന്റെ ഉള്ളിലുള്ള ആത്മമനുഷ്യൻ വളർന്നിരിക്കുന്നത് പോലെ തന്നെ നീ സകലത്തിലും സുഖമായിട്ടിരിക്കട്ടെ, ശുഭമായിട്ടിരിക്കട്ടെ, നന്നായിട്ട് നീ മുമ്പോട്ട് പോകട്ടെ. ആത്മീയ വളർച്ച. നമ്മളിത് പറയുമ്പം നമ്മുടെ പല ആൾക്കാരുടെ ചിന്ത, പുറമേ ഉള്ള മനുഷ്യന് 10-70 കിലോ വെയിറ്റ് ഉണ്ടാവും അല്ലേ? ഇല്ലേ? നിങ്ങൾ ഈ ഭയങ്കര ബീഫും ചിക്കനും എല്ലാം, മട്ടനും കുഴിമന്തിയും അൽഫാമും ഒക്കെ കഴിച്ച് എന്നാ പറയാ, പാൻറ് ഇപ്പം പറ്റുന്നില്ല, ഷർട്ട് ശരിയാകുന്നില്ല, ഇല്ലേ? ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, എങ്ങനെ ഇനി കഴിഞ്ഞ ആഴ്ച കൂടെ പുതിയ പാൻറ് മേടിച്ചത്, അതിപ്പം പറ്റുന്നില്ല, ഇല്ലേ? അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിയാ, നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യന് നല്ല ഗ്രോത്ത് ഉണ്ടായി. പക്ഷേ അകമയുള്ള മനുഷ്യൻ എങ്ങനെയുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ?
അകമയുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവൻ ശക്തിയോടെ, ബലത്തോടെ, പൂർവാധിക്യം, ദൈവകൃപയോടെ അങ്ങനെ അടിച്ച് കയറുക അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ. ആമേൻ. ആ ആത്മമനുഷ്യൻ ഇരിക്കുന്നത് പോലെ അകമയുള്ള മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ വിവരണം എനിക്ക് കിട്ടി. സഹോദരന്മാർ വന്ന് പറഞ്ഞു ഇല്ലേ, നമ്മുടെ ആൾക്കാർ പറയത്തില്ലേ, ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവർ പറയും, മേരി ചേച്ചിക്ക് നല്ല ആത്മ സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ അവരൊരു ആത്മീയ വളർച്ചയുള്ളൊരു സഹോദരിയാണ്, നിങ്ങൾ പറയാറില്ലേ? ചിലർ പറയാറില്ലേ, പുറമേ ഉള്ള ചാട്ടമേ ഉള്ളൂ, അകത്തൊന്നും ഒരു തൊപ്പിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഭയങ്കര ആരാധനയാ, പക്ഷെ മുടിഞ്ഞ ദേഷ്യമാ, പറഞ്ഞേക്കത്തില്ലേ? ഭയങ്കര പാട്ടെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, പക്ഷെ 24 മണിക്കൂർ യൂട്യൂബിനകത്ത് സിനിമ കണ്ടോണ്ടിരിക്കുക. ഭയങ്കരം, എല്ലാം ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ അകമയുള്ള മനുഷ്യൻ എങ്ങനെയുണ്ട്? ആമേൻ. ഇതെല്ലാം ഗായോസിനെ കുറിച്ച് കേട്ട യോഹന്നാൻ ഗായോസിനോട് പറയാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗായോസെ, നിന്നെ കുറിച്ച് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ സന്തോഷം. ഇനി ഞെട്ടിക്കുന്നൊരു കാര്യം അദ്ദേഹത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യാണേ. നിങ്ങൾ കേട്ടോ. എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നു, എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് തരിച്ചിരുന്നു പോയി. കാരണം എന്നറിയോ? ഒരുപാട് പേര് കൊണ്ട് കൊടുത്ത റിപ്പോർട്ട് ഭയങ്കര സെറ്റപ്പാണ്. ഒരുപാട് പേര് ഗായോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഗായോസെ നീ എന്തോ ഭയങ്കര സെറ്റപ്പാന്ന് ഞാൻ കേട്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നി, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷേ ഞാൻ അങ്ങോട്ട് വരാൻ പോവാ, ഗായോസിന് പേടിക്കാനൊന്നുമില്ല. അയ്യാ വാങ്ങേ, ദേവാസനെ വന്നാട്ടെ, സമയം കിട്ടും, നിങ്ങൾ ദേവാസം വരും നീ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, വന്നാട്ടെ എന്നാ ഗായോസ് സന്തോഷത്തോടെ പറയുന്നേ. ഗായസിന് പേടിക്കാനൊന്നുമില്ല. ആരെങ്കിലും ഗായസിന്റെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച്, ആത്മീയ വളർച്ചയെക്കുറിച്ച്, അകത്തെ മനുഷ്യന്റെ ആത്മീയ വളർച്ചയെക്കുറിച്ച് ആരെങ്കിലും ഗായോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രൂ, അത് സത്യമാണ് അല്ലേ? അത് സത്യമാണ്. ഞാന് ഒരിക്കൽ സ്ഥലമൊന്നും പറയുന്നില്ല, ഒരിക്കലും ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടു പോകും. അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ആ ടീമിലുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ആ ടീമിനുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഒരുപാട് കർത്താവിനോട് പ്രയോജനപ്പെടാൻ പറ്റുമായിരുന്നു. ഞാനപ്പോൾ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, വീട്ടിൽ വന്ന് എന്നെ കൂട്ടി. അദ്ദേഹത്തോട് പറഞ്ഞത്, വിദേശ രാജ്യത്തു നിന്ന് ഒരുപാട് ബോക്സും ഭയങ്കര സൗണ്ട് സിസ്റ്റവും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ ആളില്ല, ദിവസം വന്നാൽ പ്രയോജനമായിരുന്നു. എന്തായാലും അതിൻ്റെ അമ്മ അന്ന് ജീവനോടുള്ള സമയമാണ്, അമ്മ കർത്താവിൻ്റെ വേലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അമ്മയോട് പറഞ്ഞതാ, നീ അങ്ങോട്ട് പോ, അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ, കർത്താവിൻ്റെ വേലയല്ലേ. ഞാൻ പറഞ്ഞു ശരി എന്നാൽ പോയേക്കാം. പ്രാർത്ഥിച്ചു, വിശ്വാസം പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന സ്പീക്കർ എന്ന് പറഞ്ഞ സാധനം എന്താ നിങ്ങൾ പറയാം, നിങ്ങൾ ചിരിക്കരുത്. ഈ വലിയ ടേപ്പ് റെക്കോർഡുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 സൈഡിലും സ്പീക്കർ ഇങ്ങനെ ഊരിയെടുക്കാം, നടുക്ക് ആ സെറ്റ് അങ്ങനെ ഇരിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സിസ്റ്റം? ഇതാണ് വിദേശത്ത് നിന്ന് വന്ന സൗണ്ട് സിസ്റ്റം. അതിൽ എഴുതിയിട്ടുണ്ട് 20,000 PMPO എന്ന് എഴുതിയിട്ടുണ്ട്. വാട്സാ, അതൊരു ചെറിയ വാട്സാണ്, 20,000. അപ്പൊ അത് കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞ 20,000 വാട്സിന്റെ സൗണ്ട് സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. സ്തോത്രം. നമ്മൾ കേട്ടത് ഭയങ്കര സൗണ്ട് സിസ്റ്റം, വന്നപ്പം ഈ ടേപ്പ് റെക്കോർഡിന്റെ 2 സ്പീക്കർ. ഗായോസിനോട് പറയാ, ഗായോസിനെ കുറിച്ച് കേട്ടത് ഭയങ്കര സെറ്റപ്പാ, പക്ഷെ വന്നപ്പോഴാണ് മനസ്സിലായത് ഗായോസിനെ കുറിച്ച് പറഞ്ഞതെല്ലാം അച്ചട്ടായിരുന്നു, ക്ലിയർ ആയിരുന്നു. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്, നിങ്ങൾ അതാണ് ഇതാണ് ഭയങ്കര സെറ്റപ്പാണ്, ആ കാര്യം ഇങ്ങനെയാണ്.
പക്ഷെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെക്കുറിച്ച് കേൾവി കേട്ട ആരെങ്കിലും എന്നാ ദൈവദാസനൊന്ന് പോയി കാണാൻ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും? പെട്ടെന്ന് നിങ്ങളെ വിളിച്ച് പറയുക, ദേവസ്വം ഞാൻ അവിടെ വരെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ടാക്കി വെക്കട്ടെ, വേണ്ടേ? സ്തോത്രം. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ഞെട്ടാ കാര്യം, ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു, അതിലും വലിയ സന്തോഷം എനിക്കില്ല. നന്മയല്ലാതെ തിന്മ ചെയ്യരുത്, ഇതെല്ലാം 11-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്. സ്തോത്രം. ഇതെല്ലാം കേട്ടിട്ട് യോഹന്നാന് സന്തോഷമായി. യോഹന്നാൻ പറയാ, ഞാനങ്ങ് വരിക, എനിക്കിത് നേരിട്ട് കാണണം. സ്തോത്രം. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രിയരെ, ഞാനും നിങ്ങളും കഴിഞ്ഞ 2024 ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയേ. പരിശുദ്ധാത്മാവ് പറയാ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക, എല്ലാം എനിക്കൊന്ന് കാണണം. ദാനിയേലേ, ഞാൻ നിന്റെ അടുക്കിലേക്കൊന്ന് വരിക, ഞാൻ നിന്റെ ടീമിലേക്കൊന്ന് വരിക, ഞാൻ നിന്റെ പ്രവർത്തന മേഖലയിലേക്കൊന്ന് വരാൻ പോവാ. ഈ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കും? കർത്താവേ, പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ നമ്മൾ പറയുള്ളൂ, അല്ലേ? ഗായോസിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എപ്പം അപ്പോസ്തലൻ വന്നാലും എൻ്റെ അകത്തെ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല, നാൾക്ക് നാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് കേട്ടോണ്ടിരിക്കുന്ന കൂടപ്പുറപ്പേ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഒരു 70-80 കിലോ വെയിറ്റ് കാണുമായിരിക്കും. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സ്പൂണും കൊണ്ട് കോരേണ്ട വരുമോ? ഈ രാവിലെ അകത്തെ മനുഷ്യൻ എങ്ങനെയുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രാർത്ഥിച്ചാലോ? കഥകളിച്ച നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച വളർച്ചയെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവിൽ അങ്ങ് ഞങ്ങളെ ഇടയാക്കി തീർത്ത സ്തോത്രം. ഈ രാവിലെ സമയം ആത്മവളർച്ചയിൽ തികഞ്ഞവരായി തീരുവാൻ ഈ രാവിലെ സമയം ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, എന്റെ കേൾവിക്കാരായ ഈ പ്രിയ സഹോദര സഹോദരി, കുഞ്ഞു മാതാപിതാവ്, ഈ ദേവദാസൻ, ഈ ശുശ്രൂഷകൻ, ഞങ്ങൾ കർത്താവെ ഒരു നാൾ അങ്ങയുടെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. ഞങ്ങൾ ചെയ്തതും ഞങ്ങൾ പ്രവർത്തിച്ചതും ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അന്ന് വെളിവായി വരും. വളരെ ഭയത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപയാ നിറച്ചാട്ടെ. ആത്മീയ വളർച്ചയും ആത്മാവിന്റെ വളർച്ചയും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപ മാറണം. പ്രാർത്ഥന ഞാൻ കേട്ട നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ഗായോസിന് ഭയങ്കര സന്തോഷം. യോഹന്നാൻ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരുവാന്നാ പറഞ്ഞു. ആ ഭാഗം നോക്കിയേ. എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എഴുതുന്നില്ല, മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. ആമേൻ. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. അത് മറ്റൊരു വലിയ സന്ദേശമാണ്. അത് ഞാൻ ഇന്നൊരു ദിവസം ആ ഭാഗത്ത് നിന്ന് സംസാരിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.